ഇതിന്റെ ആവശ്യം നടക്കട്ടെ. ഒരു കല്യാണ വീട്ട്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് അമ്മായിമത്തക്കാരം എന്ന് പറയുന്ന സൽക്കാരത്തിന് പോയപ്പോൾ ഒരു കുട്ടി വന്നുകൊണ്ട് ഖുർആനിൽ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ കാണിച്ച ഒരു ചോദ്യപേപ്പറിന്റെ കഥയാണ് പറയുന്നത്. എന്താണ് ചോദ്യം? ഖുർആൻ ഓതുന്നതാണോ മങ്കൂസ് മൗലൂദ് ഓതുന്നതാണോ അഫ്ളലി എന്നുള്ളതാണ് ചോദ്യം. ഇയാൾക്ക് അതിനുള്ള ഉത്തരം അറിയില്ല എന്നുള്ളതല്ലേ? അദ്ദേഹത്തിന് അതിന്റെ ഉത്തരം അറിയും. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് റഹ്മത്തുള്ള കാസിമി മുത്തേടം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്നു കൊണ്ട് ഒരു വിടുവായത്തം പറയുന്നത്. അതിതാണ്, ചുങ്കത്തറയിൽ ഒരു സുന്നി പെൺകുട്ടി, ആ പെൺകുട്ടി വഹാബികളുടെ ഒരു ചോദ്യപേപ്പറുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും ആ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ഒരിക്കൽ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ പറയുന്നത്, ഒന്നാമത്തെ ചോദ്യം, പരിശുദ്ധ ഖുർആനാണോ അതോ മങ്കൂസ് മൗലൂദാണോ ഓതൽ ഉത്തമം അഫ്ളലി എന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വേഗം മറ്റൊരു ഭാഗത്തേക്ക് ആ ചോദ്യപേപ്പറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഓടുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ആ വീഡിയോ ഒരിക്കൽ കൂടി കാണിക്കാം. എന്നാൽ ഒരു മൊയ്ലിയർ, അയാൾ എന്നെ പറഞ്ഞ വാക്കുകളൊക്കെ അത്ര മോശമായിരുന്നു, അതിനേക്കാൾ മോശമായിട്ട് തന്നെ ആ വേട്ടാവളിയനെ ഞാൻ ഇവിടെ തുറന്ന് കാണിക്കുകയും ചെയ്യും. തലയിലൊരു കെട്ടൊരു വെള്ളക്കുപ്പായിട്ടു എന്ന് വെച്ചിട്ടൊന്നും മൊയന്തേജ് മൊലിയരാവൂല. ആദ്യം അത് മനസ്സിലാക്കുക. അതിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷൻ ഇതാണ്, കാസിമി ഉസ്താദിനെതിരെ അൽപ്പൻ്റെ കുപ്രചരണം എന്നാണ്. ഞാൻ എന്നാടോ അൽപ്പനായിട്ട് നിൻ്റെ അടുത്ത് വന്നത്? പ്രിയമുള്ളവരെ, ഈ വീഡിയോയിൽ എന്നെ പറഞ്ഞതിനനുസരിച്ച് തന്നെ ഞാൻ പറയുന്നുണ്ട്. ഇനി ഇത് ഓവറായി എന്ന് പറയാൻ ആരും നിൽക്കേണ്ടതില്ല. കുറച്ച് റോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. അതുപോലെയുള്ള ഒരു മറുപടിയാണത്. ഇനി ഇയാൾ ന്യായീകരിക്കുന്നത് റഹ്മത്തുള്ള കാസിമി ഉത്തരം പറഞ്ഞു എന്നാണ്. അത് നമുക്ക് അവസാനത്തിൽ കാണിക്കാം. ഈ വേട്ടാവളിയം പറയുന്നത് കുറച്ചുകൂടി നമുക്കൊന്ന് കേൾക്കാം. ആരാ ചങ്ങായി ഇജ്ജ് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ വാപ്പാന്ന് പറയാൻ എനിക്ക് അറിയാനിട്ടൊന്നുമല്ല, ഞാനത് പറയണില്ല. കാര്യം എന്താ അറിയോ, എൻ്റെ തലയിലൊരു കെട്ടുണ്ട് എന്നിട്ട് പേടിച്ചിട്ടൊന്നുമല്ല, ഒരു മാന്യത ഉണ്ട് കേട്ടോ. ആരാ ചെങ്ങായി ഇജ്ജ്, എടാ പോടാ, ഇജ്ജ് എന്താടോ ഇന്നെ എടാ പോടാ എന്നൊക്കെ വിളിക്കാനായത് എന്ന് എനിക്ക് ചോദിക്കാൻ അറിയാനിട്ടല്ല. പിന്നെ കുറച്ചൊരു മാന്യത ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി ഇവൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മാന്യത വിടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ആരെയാണ് ഉത്തരം അറിയില്ല പരിഹസിക്കുന്നത്? ആരെയാണ് നീ പറയുന്നത്? ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഖുർആൻ പ്രഭാഷണത്തിലൂടെ അറിവ് കൊടുക്കുന്ന ഒരു പണ്ഡിതനെ കുറിച്ച്. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്നൊന്നും പറയണ്ട, കേരളത്തിൽ ഇട്ടാവട്ടത്ത് കുറച്ച് ആളുകൾക്ക്, അതിന്റെ അപ്പുറത്തേക്ക് ലോകത്തേക്കൊന്നും ഇജ്ജ് ഉണ്ടാക്കണ്ട. പറ. എൻ്റെ അർശുമ മുട്ടുന്ന ചോദ്യം, ഖുർആനാണോ മങ്കൂസ് മൗലൂദാണോ അഫ്ളൽ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ അദ്ദേഹം ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഓടി എന്ന് പറയുമ്പോൾ, എടാ പോടാന്നൊക്കെ വിളിച്ചാൽ എൻ്റെ തലയിൽ കെട്ട് എനിക്ക് അധികമാവൂല. പോടാ ചെങ്ങായി അവിടുന്ന്. അയാൾ ഉത്തരം പറഞ്ഞിട്ടില്ല, കാണിച്ചു കൊണ്ടടാ. അങ്ങനെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എടാ മൊയന്തേ അതല്ല ആദ്യം കാണിക്കണ്ടേ. ഇജ്ജ് എടാന്നിട്ട് വിളിക്കണ്ടേ. ഇജ്ജ് ആരാടാ? ഇജ്ജ് ആരാ? അല്ല ഇജ്ജ് എന്നെ എടാന്നൊക്കെ വിളിക്ക. ഇജ്ജ് ആരാടാ ഇജ്ജ്? മാന്യമായിട്ട് വർത്താനം പറയാ. ഏടാ പോടാന്നൊക്കെ കുടിയിലുള്ളവരെ പോയി വിളിച്ചാൽ മതി. മനസ്സിലായോ? പറ. അതിന് ഉത്തരം കാണിച്ചിട്ടില്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്താണ്. അല്ലെങ്കിൽ ഇജ്ജ് കാണിക്കേ. അയാൾ ഉത്തരം പറഞ്ഞു കുണിച്ച് അത് കാണിക്കേ. കാണിക്കടാ. ഈ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ആ സ്ത്രീക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന്. അങ്ങനെ പറയണില്ലല്ലോ. അങ്ങനെ പറയണ്ട. ഇജ്ജ് അതല്ലേ കാണിക്കണ്ടേ. ഇജ്ജൊരു വീഡിയോ ചെയ്തിട്ട് ഇജ്ജിന്നെ എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് ഇജ്ജിന്നെ ചെങ്ങായി എന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, എടാ ചെങ്ങായി തലേ കെട്ടിയറാ മൊയന്ത് മോലിയരെ, അനക്ക് ഒരു തവണ ആ ഉത്തരം പറഞ്ഞ് കാണിക്കാൻ കഴിഞ്ഞോ? അത് കാണിച്ചിട്ട് പറയടാ ഇജ്ജ് വലിയ വർത്താനം. പറയുന്നുണ്ടല്ലോ. എന്നിട്ടാണ് ഞാൻ പോയത്. എന്തിനാണ് പോയത്? എന്റെ ബാക്കി കേട്ടാൽ അറിയും. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാ പോയത്. ആ ഒരു പ്രശ്നത്തിന് എന്താണ് പരിഹാരം കാണാനുള്ളടാ? പറയടാ. ഖുർആനാണോ, ഏത് അള്ളാഹു ജിബ്രീൽ മാലാക മുഖേന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്ത ഖുർആനാണോ കള്ളക്കഥ എഴുതി വെച്ച മങ്കൂസ് മൗലൂദാണോ അഫ്ളൽ? അത് പറയാന് ഈ ലക്ഷക്കണക്കിന് ഖുർആൻ പഠിപ്പിച്ച ഈ മൊയ്ലിയർ എങ്ങോട്ട് പോയി എന്നാ ജി പറയണേ? പറയടാ. പറ. അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തതാ ഈ ചോദ്യത്തിന്റെ മറുപടിയാണോ? ആ ചോദ്യത്തിന്റെ മറുപടി എന്നെ കൊടുക്കണ്ടേ, അല്ലാണ്ട് ജപ കളിച്ചിട്ട് കാര്യമില്ല. പറ. എന്ത് പോയത്തക്കാരനാ ചങ്ങായി? ഇജ്ജട പോയത്തക്കാരം. പോയത്തക്കാരൻ ഇജ്ജാണ്. അല്ലെങ്കിൽ ആ മറുപടി കാണിച്ചു കൊടുത്തത് വെല്ലുവിളിക്കണം എന്നെ കൊണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് മറ്റൊരു കാര്യം. പറ. റഹ്മത്തുള്ള കാസിമി ആ കുട്ടിയോട് മറുപടി പറഞ്ഞു എന്ന് പറയണ വീഡിയോ കാണിക്കും. എന്നിട്ട് ഇജ്ജ് വലിയ വർത്താനം പറ. പള്ളം വരാണ്ട് കാലും വിറ്റിട്ട് കോമുന്റെ ആളാന്ന് പറഞ്ഞിട്ട് തലയിൽ കെട്ടും കെട്ടി വന്നിട്ട് കാര്യമില്ല. മനുഷ്യന്മാരെ എടാ പോടാന്നൊക്കെ വിളിക്കുമ്പോ മാന്യമായിട്ടുള്ള വർത്താനം അല്ലെങ്കിൽ അനക്ക് തിരിച്ച് കേൾക്കേണ്ടി വരും. പറ. എന്താണ് കുറിച്ച് പറയേണ്ടത്? ഈ ജന്തു വള്ളം പറഞ്ഞോ, എന്ത് പറഞ്ഞോ അതിന്റെ ഇരട്ടിയായിട്ട് അനക്ക് കിട്ടും. അത്രേ ഉള്ളൂ. ഇജ്ജ് ഏത് കോത്തായത്തെ വല്യംബ്രാനായാലും വേണ്ടില്ല. പറ.
നമ്മൾ പല ഭാഷകളും കേൾക്കലുണ്ട്, എന്നെ കുറിച്ച് ഞാൻ പറയണില്ല. ഇജ്ജ് പറയടോ, അനക്ക് ധൈര്യം ഉണ്ടിച്ചെങ്കിൽ ഇന്നെ കുറിച്ച് എന്താണ് എനിക്ക് പറയാ പറയാ, എവിഡൻസോടെ പറയണം. പറഞ്ഞിട്ട് ഇല്ലാത്താണെങ്കിൽ ഞാനായിട്ട് വരും. പറ, അനക്ക് എന്താണ് എൻ്റെ അറിവിലുള്ള പറഞ്ഞോ. ഇവിടെ അങ്ങനത്തെ പേടിയൊന്നുമില്ല. ആ കുപ്പായ കഴിച്ചു വെച്ചിട്ട് ഈ ക്യാമറക്ക് മുമ്പിൽ ഞാൻ ഇരിക്കണത് പറഞ്ഞോ. നമ്മളെ സംസ്കാരം അതല്ലാത്ത എൻ്റെ സംസ്കാരം എന്നെ എടാപോടാന്ന് വിളിച്ച എൻ്റെ സംസ്കാരം ഇജ്ജൊക്കെ പഠിപ്പിച്ച കുട്ടികളെ കാര്യം ഈ നാട്ടുകാർക്ക് അന്നൊക്കെ തീറ്റിപ്പോറ്റ നാട്ടുകാരെ പറഞ്ഞാൽ മതി. പറ. മൊയന്തുകൾ ഇങ്ങനെ പലതൊക്കെ പറയലുണ്ട്. അല്ല, മൊയന്ത് എന്നല്ലാണ്ട് പിന്നെ വലിയ പാപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി ഏതെങ്കിലുമൊക്കെ എന്നെ കുറിച്ച് ആരെങ്കിലും പ്രയോഗിച്ചാൽ ചിലപ്പോൾ ആ വിഭാഗം വന്നിട്ട് പ്രതിഷേധിക്കും. അന്നെ കുറിച്ച് അന്നെ കഴുതേന്ന് വിളിച്ചാല് കഴുതകളുടെ സംസ്ഥാന സമ്മേളനം നടത്തിയിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കും. അന്നെ കൊരങ്ങേന്ന് വിളിച്ചാൽ കൊരങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കും. പിന്നെ 4 കാലൊരു വാലും ആളെ കാണുമ്പോൾ കൊരക്കും ചെയ്യണ ബൗന്ന് കൊരക്കും ചെയ്യണ ജീവിയുടെ പേര് വിളിച്ചാൽ അവിറ്റ കേസ് കൊടുക്കും. അല്ലെങ്കിൽ മേനകാ ഗാന്ധിയിലും കേസ് കൊടുക്കും. പറ. ഇജ്ജ് തരുന്നതിന്റെ 10 ഇരട്ടി കണക്ക് അങ്ങോട്ട് വരും. മാന്യമായിട്ട് സംസാരിക്കുക. മാന്യത വിട്ടാല് ഇവിടെ മാന്യത ഒന്നും വല്ലാണ്ട് നോക്കൂല. പറ. ഞങ്ങളെ കൂട്ടത്തിൽ ഇവനെ കൊടുത്തരുത്, ഞങ്ങൾക്ക് അത് മോശമാണെന്ന് പറഞ്ഞു അന്നെ പറയാ. ഇതുപോലെ വിടുവായത്തം പറയുന്ന നാട്ടുകാരെ ചോറും തിന്നിട്ട് ഇജ്ജൊന്നും തെണ്ടിച്ചെന്നില്ലല്ലോ. ഇജ്ജൊക്കെ പണ്ഡിത വേഷം അണിഞ്ഞിട്ട് പണ്ഡിത പണിയെടുക്കുന്ന ആളല്ലേ. എന്നിട്ട് നാട്ടുകാരോടൊന്ന് തിന്നിട്ട് കൂത്തുമറിയല്ലേ, വറ്റുവലങ്കത്ത് കൂത്തല്ലേ എനക്ക്. എന്നിട്ടല്ലേ ഈ നുണ ന്യായീകരിക്കാൻ ഇജ്ജ് വന്നിട്ടുള്ളത്. പറ. ഏതായാലും ഏത് വിഭാഗത്തിൽ അജ്ജുള്ളതെന്ന് ചിന്തിക്കണമല്ല. ഞാൻ ഏത് വിഭാഗത്തിലാണെന്നുള്ളത് എനിക്കറിയാം. ഇജ്ജ് ഏത് വിഭാഗത്തിലാണെന്ന് നോക്ക്. 4 കാലുള്ളതാണോ അതോ ഇനി കാല് കൂടുതലുള്ളതാണോ വാലുള്ളതാണോ കൊമ്പുള്ളതാണോ ആ ഗജ്ജ് നോക്ക്. കുരക്കണ വിഭാഗത്തിലാണെന്ന ഗജ്ജ് നോക്ക്. മാന്യമായിട്ട് ഇടപെടുക. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഓട്ടോറിക്ഷ പിടിച്ച് പോയി എന്നിട്ട് ഏതോ ഒരു മൊയിലിയുടെ അടുത്ത് പോയിട്ട് ഇത് കാണിച്ചു കൊടുത്തു പറഞ്ഞാൽ ഇയാൾ വലിയ ഖുർആൻ പണ്ഡിതനാണ്, വലിയ സ്കോളറാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ആ കുട്ടിക്ക് അത് മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറുപടി പറഞ്ഞു കൊടുത്തിക്കണ്, അതാ ക്ലിപ്പിലുണ്ട്. എന്നാ കാണിക്കേ, ഞാൻ കാണിക്കാം ക്ലിപ്പ്. ഇജ്ജ് കാണിക്കേ. മറുപടി പറഞ്ഞു എന്ന് പറയുന്ന പച്ച നുണ പറയുന്ന മോലിയരെ അണക്ക് ഊളിപ്പുണ്ടെങ്കിൽ, അണക്ക് ആംബിയർ ഉണ്ടെങ്കിൽ, അണക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കേ. ആ മറുപടി പറഞ്ഞു എന്ന് പറയുന്ന ആ വീഡിയോ കാണിക്കേ. നിന്റെ ക്ലിപ്പാണല്ലോ പച്ച്. എന്തുകൊണ്ട് എജ്ജാക്ക് മറുപടി പറയണത് കാണിക്കാത്ത? അല്ല, എജ്ജ് എനിക്ക് മറുപടി പറഞ്ഞല്ലോ, എന്നിട്ട് എന്തേ മറുപടി പറയണത് കാണിക്കാത്ത? അതല്ല, അല്പൻ ആരുടെ ചെങ്ങ? ഇജ്ജല്ലേ അല്പൻ അല്ലേ? പച്ച നുണയും പറഞ്ഞുകൊണ്ട് നടക്കണേ അല്പ. അല്പൊന്നും പറയാൻ പറ്റൂല, അതിൽക്കും താഴെയാണ്. മലയാളം തിരിയില്ല. എനിക്കേത് ഭാഷയൊക്കെ തിരിയാന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ക്ലിപ്പിൽ പറഞ്ഞ ആ കാര്യം ഇജ്ജ് നിഷേധിക്കുന്നുണ്ടല്ലോ, അത് തെളിയിക്ക്. അത് തെളിയിച്ചിട്ട് ഇജ്ജ് ഭാഷകൾ സംസാരിക്ക്. അറബി എന്തായാലും തിരിയില്ല, മലയാളം തിരിയില്ല. അറബി തിരിഞ്ഞോ മലയാളം തിരിഞ്ഞോ ഇയാളിത് പറഞ്ഞ വിവരക്കേട് എനിക്ക് തിരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ കൂടി എത്തിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ഞാൻ അതിന് മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഒരു ഖുർആൻ പ്രഭാഷണത്തിലൂടെ സമൂഹത്തിൽ ഉണ്ടായേക്കാവുന്ന വല്ലാത്ത ഒരു ചൂഷണത്തെ നേരിടാൻ വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. എൻ്റെ മൊയന്തേ, അവിടെ ഖുർആൻ പ്രഭാഷണമല്ല, അതൊരു ചോദ്യമാണ്, ചോദ്യോത്തരാണ്, ചോദ്യ പേപ്പറാണ്. അതിലത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതാണോ അതോ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യണതാണോ അഫ്ളല്, ഉത്തമം എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് ആ ചോദ്യ പേപ്പറും കൊണ്ട് ഓടിക്കാണ്, അതും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇജ്ജ് കാണിച്ചോണ്ട് എനിക്ക് ധൈര്യം ഉണ്ട്, എനിക്ക് ഉള്ളിപ്പുണ്ടിച്ച കാണിക്കേ. റഹ്മത്തുള്ള കാസിമി മറുപടി പറഞ്ഞു, ഉത്തരം പറഞ്ഞു എന്നല്ലേ. എന്താ അതിന് മുസ്ലിമായ ഒരു മനുഷ്യന് പറയാനുള്ള മറുപടി എന്താന്നുള്ളത് ഇപ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയില്ലേ അല്ലേ? പറ. അപ്പോ ഇയാൾക്ക് ആ കുട്ടിക്ക് അത് മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് എന്റെ തലന്റെ ഒരു കുഴപ്പം കൊണ്ടാണ്. അതിന്റെ തലക്കാണ് ഇപ്പൊ കുഴപ്പം അല്ലേ? എന്നാ കാണിക്കടോ. അനക്ക് ധൈര്യം ഉണ്ടിച്ചെങ്കിൽ, അനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ, അനക്ക് ഉളുപ്പുണ്ടെങ്കിൽ, അനക്ക് ഊരും ചേലും ഉണ്ടെങ്കിൽ, അനക്ക് നാണോ മാനോ ഉണ്ടെങ്കിൽ കാണിക്കേ. റഹ്മത്തുള്ള കാസിമി മറുപടി പറഞ്ഞു എന്നുള്ള ക്ലിപ്പ് കാണിക്കേ. എന്നിട്ട് ഇജ്ജ് ചിലക്കേ. അതാണ് വേണ്ടത്. അത് പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ചെറിയൊരു അത്തർ ഉണ്ടായിരുന്നു, അപ്പൊ കാണില്ല, ഒരു ഫില്ലറിന്റെ ഒരു അത്തർ. ആ അത്തറും കുപ്പിന്റെ ഒരു നിലവാരത്തിലുള്ള വിശാലത എന്റെ മെമ്മറി കൊടുക്കും. എന്റെ ചെറുപ്പത്തിലുള്ള ഒന്നും എൻ്റെ അടുത്തില്ല. ഇജ്ജ് വലുപ്പത്തിൽ കുറെ കിതാബ് ബാക്കിൽ വെച്ചിട്ട് ഇജ്ജ് മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നുണ അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ്. ഇജ്ജ് അത്തറിന്റെ കുപ്പിമൊക്കെ ഒന്നും പോകണ്ട. എൻ്റെ അടുത്ത് ഒന്നുമില്ല. വിവരക്കേട് മാത്രമേ ഉള്ളൂ, നുണ പറയാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് ഞാൻ തെളിയിച്ചു തരാം. അല്ല ഇജ്ജ് തെളിയിക്കേ. റഹ്മത്തുള്ള കാസിമി ആ കുട്ടിക്ക് മറുപടി പറഞ്ഞു കൊടുത്തു എന്ന് തെളിയിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കടോ. അതുകൊണ്ട് ആ ചെറിയ വളരെ ശോഷിച്ചു പോയ ആ മെമ്മറിയിൽ ഒന്നും കയറൂല, ഉൾക്കൊള്ളാൻ കഴിയൂല. മലയാള ഭാഷ പോലും നമുക്ക് തിരിയണില്ല. നാട്ടുകാർക്ക് തിരിഞ്ഞിട്ടുണ്ട്. നാട്ടുകാർക്ക് റഹ്മത്തുള്ള കാസിമി എന്തുകൊണ്ടാണ് ആ ഉത്തര പേപ്പർ കൊടുത്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഓടിയെന്നും നാട്ടുകാർക്ക് തിരിഞ്ഞിട്ട്, അണക്ക് തിരിഞ്ഞിട്ടില്ല. എന്താ തലച്ചോറിൻ്റെ ഉള്ളിൽ നായിന്ന് പോയി എൻ്റെ തലച്ചോറൊക്കെ. എന്നിട്ട് ആ തലച്ചോറ് നായിന്ന് പോയത് ആരും കാണാതിരിക്കാനല്ലേ കെട്ടും കെട്ടിയിരിക്കുന്നത്. വല്ല കാര്യം ഉണ്ടാ കെട്ടുകൊണ്ട് പറ. അതൊക്കെ തിരിയുണ്ട്. ഞങ്ങളൊക്കെ ആ പ്രസംഗം കേട്ടതുകൊണ്ട് ഞങ്ങൾക്ക്
ഞങ്ങൾ നല്ല കേരളക്കര ആകാ പ്രസംഗം കേട്ടാണ് ഒരിക്കൽ കൂടി ഈ വീഡിയോയുടെ ബാക്കിൽ കേൾക്കുന്നുണ്ട്. ഇത് കാണുന്ന ആളുകൾക്ക് എൻ്റെ സംസാരം ഓവറായി എന്ന് തോന്നുന്നവർക്കും കേൾക്കാം. റഹ്മത്തുള്ള കാസിമി ആ കുട്ടിയോട് പറഞ്ഞ മറുപടി എന്താണെന്നുള്ളത് ഇവനിതുവരെ കാണിച്ചില്ല. ഞാൻ കാണിച്ചു തരാം. ആർക്കും അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അർശമ മുട്ടുന്ന ചോദ്യത്തിന്റെ പേരിൽ അദ്ദേഹം ഉത്തരം മുട്ടി ഓടിയെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല, നാട്ടുകാർക്കാർക്കും തോന്നി. അത് നിനക്കും നിന്റെ വീഡിയോക്ക് അടിയിൽ വന്നുകൊണ്ട് കയ്യും പൂവും പൂച്ചണ്ടും തന്നുകൊണ്ട് നിന്നെ ഈ ചാടാനും തുള്ളാനും കൂടുന്ന കുഞ്ഞാടുകളുണ്ട്, വളരെ സാധുക്കൾ. നിന്റെ ഈ വീഡിയോ ആണ് ലോകത്തുള്ള ഏറ്റവും വലിയ പരമാർത്ഥമെന്നും വലിയ വിജ്ഞാനം ഒക്കെ ചിന്തിച്ചുകൊണ്ട് ആ വീഡിയോയിൽ ആവേശം കൊള്ളുന്ന വളരെ തുച്ഛം ആളുകൾ. അവർക്കും നിനക്കും മാത്രമേ ഈ സംഗതിയിൽ ഒരു തിരിയായ്മ ഉണ്ടായിട്ടുള്ളൂ. അത് ശരി. അപ്പൊ എന്റെ വീഡിയോ കാണുന്നവരൊക്കെ പൊട്ടന്മാരാണെന്ന് അജി പറയണത് ആണോ? എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ പൊട്ടന്മാരോ? സഹോദരന്മാരെ കമൻറ്റ് ചെയ്തോളിയും. ഈ മൊയന്തിനെതിരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളിയും. ഞാൻ കാണിച്ച വീഡിയോ അതിൽ റഹ്മത്തുള്ള കാസിമി ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ വീഡിയോ ഞാനിവിടെ വീണ്ടും പ്ലേ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഞാൻ പറയുന്നുണ്ട്. അവൻ പറയട്ടെ, അവൻ്റെ പറച്ചിലൊക്കെ ഉണ്ട് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തെളിവൊന്നും കൂടി കാണിക്കാം. സുന്നത്തുമായിട്ട് ഇത്ര അധ്വാനിച്ച മനുഷ്യന്മാരല്ല, അത്രയും വലിയ മനുഷ്യനായിരുന്നു പി പി ഉസ്താദ്. മനസ്സിലായി നിങ്ങൾക്ക്? പിപിനെ പോയി ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇതാണ് സാധനം, നമ്മൾ എന്താ ചെയ്യാം? എന്താ അവിടെ ചെയ്യേണ്ടത്? മങ്കൂസ് മൗലൂദാണോ പരിശുദ്ധ ഖുർആനാണോ ഏറ്റവും അഫ്ളൽ പുണ്യം ഓതൽ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മങ്കൂസ് മൗലൂദ് ഓതാൻ അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ നോക്കുന്നതും കൂടി പുണ്യാണ്. ചങ്ങാതി അതല്ല അവിടെ ചോദ്യം. ഇപ്പൊ അവിടെ ചെറുക്ക അവിടുന്ന് ജിന്നടാന്ന് വിളിക്ക, ജാരടാ മൊയന്തേ വേട്ടാവളിയ ബദൂരിയെ അവിടെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കാണിക്കാൻ വേണ്ടത്. ജിന്നേടാ പോടാ ചെങ്ങായി എന്നൊക്കെ വിളിക്കുക. ജന്നാടാ എന്റെ ചെങ്ങായി ആയത്? ഒരു വെള്ള ജൊബിട്ടൊരു തലയിൽ കെട്ടും കെട്ടിയിട്ട് കുറെ കിതാബ് കൊണ്ട് അടിക്കുക ചജ്ജ് വലിയ ബനാവുമോ? പോട ചെങ്ങായി അവിടെ, പോട ചെറുക്ക അവിടുന്ന്. ഇനി കാണിച്ചു തരാം സഹോദരന്മാരെ. ഓൻ്റെ ചിലക്കൽ അവിടെ നിർത്തുക നമുക്ക്. എന്നിട്ട് സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ കാണിച്ച വീഡിയോ അതെന്താണെന്നുള്ളത് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. സഹോദരന്മാർ കേൾക്കുക. എൻ്റെ രണ്ടാമത്തെ പെങ്ങളെ ചുങ്കത്തർക്ക് കെട്ടിച്ചു. 2000 അല്ല 1999 2000 ആ സമയത്താണ്. ഏതായാലും പിന്നെ അമ്മായി മത്സരക്കാരുണ്ടാവില്ല സ്വാഭാവികം. പെങ്ങളെ കെട്ടിച്ചു 2099 മറ്റാണ്. അപ്പോൾ ഈ പിന്നെ അമ്മായി മത്സരക്കാരത്തിന് വന്നപ്പോൾ ഒരു സ്ത്രീ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. ആ സ്ത്രീ പിന്നെ വന്നിട്ട് എന്നോട്, അമ്മായി മത്സരക്കാർ ഉച്ചക്കാണ്. അപ്പോൾ അവർ വന്ന് പിന്നെ അമ്മായി മത്സരക്കാരത്തിന് വന്നാൽ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരുപാട് പെരിയിലുണ്ടാവുമല്ലോ. ആദ്യം ചായ കൊടുക്കും, പിന്നെ ഒരു തൊടു കൂടിയൊക്കെ നടക്കും, പിന്നെ ചോറ് കൊടുക്കും, പിന്നെ ഒരു പോകുള്ളൂ. അപ്പോൾ കുറഞ്ഞ നേരം അവിടെ കിട്ടുമല്ലോ. കുറഞ്ഞ നേരം കിട്ടും. പ്രിയമുള്ളവരെ, ഞാൻ ഇതിൽ ഇടപെടുന്നത് ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പെൺകുട്ടി വന്ന് അദ്ദേഹത്തോട് പറയുന്നതും അദ്ദേഹം അതിന് നൽകുന്ന മറുപടിയും, എന്നിട്ട് എന്നെ എടാപോടാ ചങ്ങായി എന്നൊക്കെ വിളിക്കാൻ വന്ന മൊയന്ത് തെളിയിക്കട്ടെ. ഇതാണോ മറുപടി, അതോ പറഞ്ഞ മറുപടി ഏതാണ്? അല്ല, എനിക്കെതിരെ എന്നെ എടാപോടാന്നൊക്കെ വിളിച്ചിട്ട് ഒരു കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു മൊയന്ത് മൂല്യരാണല്ലോ. നാട്ടുകാരുടെ ചെലവിലാണല്ലോ ഇവർ ഉണ്ടുറങ്ങി കഴിയുന്നത്. എന്നിട്ട് ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട, സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഇവനൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പച്ചക്കളവ് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇയാൾ മറുപടി പറഞ്ഞിട്ടില്ല സഹോദരന്മാരെ. ഞാൻ തെളിവോടെ കാണിക്കാം. എന്നിട്ട് ഇതിനൊക്കെ ചെലവിന് കൊടുക്കുന്ന, ശമ്പളം കൊടുക്കുന്ന പള്ളി കമ്മിറ്റിക്കാർ, ഇവനൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾ നാശമായി പോകും എന്നുള്ളത് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധിച്ചോളിയും സഹോദരന്മാരെ. വളരെ മോശമായിട്ടുള്ള നുണയും പറയുന്നുണ്ട്, വളരെ മോശമായിട്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നുണ്ട്. കേട്ടോളിങ്ങൾ. അപ്പം ഞാൻ ഏതായാലും ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ അമ്മായിമ്മ സൽക്കാരം കരുതി വന്നതല്ല, ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. എന്ത് ചോദിച്ചു? എനിക്കൊരു പരീക്ഷ ഉണ്ട് ഉസ്താദേ അടുത്ത ആഴ്ച, അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞായിരുന്നു. ഉത്തരം എഴുതി കൊടുക്കാനാണ്, ജയിക്കാനാണ്. അപ്പം എന്താ പരീക്ഷ എങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഇത് അങ്ങനത്തെ പരീക്ഷ അല്ല, ഞാനൊരു ഖുർആൻ ക്ലാസ്സിൽ പോകുന്നുണ്ട് ചുങ്കത്ര. അപ്പോൾ അവിടുന്ന് തന്ന പരീക്ഷയാണ്, നിങ്ങൾക്ക് ആരോടും ചോദിച്ച് ഉത്തരം എഴുതാന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നു, നിങ്ങൾ ഉത്തരം എങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ എഴുതിക്കോളാം, നിങ്ങൾ അതൊന്നും തരികയാണ്. അത് വാങ്ങിയിട്ട് നോക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഖുർആൻ ഓതുന്നതോ മങ്കൂസ് മൗലൂദ് ചൊല്ലുന്നതോ നല്ലത് എന്നാ ആദ്യത്തെ ചോദ്യം. ഇത് പക്ക സുന്നി പെണ്ണാണ്. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തോ, നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കി, ഞാൻ ഇതൊന്ന് നോക്കട്ടെ തരാട്ടോ. സഹോദരന്മാരെ, ഞാൻ അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതിന്റെ മറുപടി എന്താ പറഞ്ഞിരിക്കണത്? ഇയാൾ ഇന്നെ എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് വീഡിയോ ചെയ്തല്ലോ. ഞാൻ അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഒന്നും കൂടി കേൾക്കാം നമുക്കത്. എന്താണ് റഹ്മത്തുള്ള കാസിമി അവിടെ പറഞ്ഞത്? ഒന്നും കൂടി കേട്ടോക്കാ നിങ്ങൾ. അത് വാങ്ങിയിട്ട് നോക്കുമ്പോ ആദ്യത്തെ ചോദ്യം, ഖുർആൻ ഓതുന്നതോ മങ്കൂസ് മൗലൂദ് ചൊല്ലുന്നതോ നല്ലത് എന്നാ ആദ്യത്തെ ചോദ്യം. ഇത് പക്ക സുന്നി പെണ്ണാണ്.
ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കി, ഞാൻ ഇതൊന്ന് നോക്കട്ടെ തരാട്ടോ. ഞാൻ വേഗം ഒരു ഓട്ടോറിക്ഷക്കാരനെ കൂട്ടി ഇടക്കര പോയി. അന്ന് മൂത്തെടുത്ത് ഈ ഫോട്ടോ സ്റ്റാറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കി, ഞാൻ ഇതൊന്ന് നോക്കട്ടെ തരാട്ടോ. കുറച്ച് അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് എന്തേ പറഞ്ഞ് ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് അതും ഇതുമല്ല. പരിശുദ്ധ ഖുർആനാണോ അതോ മങ്കൂസ് മൗലൂദാണോ ചൊല്ലല് ഉത്തമം എന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്താ പറയണ്ടേ? പറയും. ഞാൻ അതും ഇതും പറയേണ്ടത് അതോ പരിശുദ്ധ ഖുർആൻ എന്നാ പറയേണ്ടത്? ഈ മൗലിയർക്ക് അറിയോ ഏതാണെന്നുള്ളത്? അറിയോ? ഇവിടെ എന്താ പറഞ്ഞു കൊടുത്തത്? ഞാൻ അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി കേട്ടോളി, ബാക്കിയുള്ള കഥകൾ കേട്ടോളി. വേഗം ഒരു ഓട്ടോറിക്ഷക്കാരനെ കൂട്ടി ഇടക്കര പോയി. അന്ന് മൂത്തെടുത്ത് ഈ ഫോട്ടോ സ്റ്റാറ്റ് അന്ന് മൂത്തയിടത്ത് ഫോട്ടോസ്റ്റാറ്റില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇടക്കരക്ക് പോയി. എന്തിനു മൂല്യരെ ഈ ഒരു ചോദ്യമോ ഈ ഒരു ചോദ്യത്തിന് അതും പറഞ്ഞു കൊടുക്കാനാണോ നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയത്? കേട്ടോളി നിങ്ങൾ. ഞാൻ ഇടയിൽ കയറുക എന്നുള്ള വല്ലാത്തൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ ഇടയിൽ കയറുന്നത്. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടിയും ഒന്നുകൊണ്ട് വിശദീകരിച്ച് തരണം. അതുകൊണ്ടാണ്. കേട്ടോക്കി. ഈ ഫോട്ടോസ്റ്റാറ്റ് ഇല്ല. ഇടക്കര പോയിട്ട് വേഗം എന്ത് ചെയ്തു, ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ PP സ്ഥാനം പോയി കണ്ടു. മനസ്സിലായില്ല, നമ്മളെ PP മുഹമ്മദ് ഫൈസി. ഉത്തരം പറഞ്ഞു വെച്ചാൽ എന്തിനാ ഈ PP സ്ഥാനെ പോയി കാണാൻ പോയത് അല്ലേ? പരിശുദ്ധ ഖുർആനാണോ അതോ മങ്കൂസ് മൗലൂദാണോ ചൊല്ലൽ ഉത്തമം എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി പറഞ്ഞാൽ പോരെ അല്ലേ? പറ. കൊടുക്കട്ടെ. സുന്നത്യമായതിന് വേണ്ടി ഇത്ര അധ്വാനിച്ച മനുഷ്യന്മാരല്ല. അത്രയും വലിയ മനുഷ്യനായിരുന്നു PP ഉസ്താദ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? PP പോയി കണ്ടോ PP ഉസ്താദേ, ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇതാണ് സാധനം, നമ്മൾ എന്താ ചെയ്യാം? നിങ്ങൾ എന്ത് വേണം ചെയ്തോളിയും. അവിടെ ചോദ്യം പേപ്പർ ഇറക്കിയാലൊക്കെ അതിൻ്റെ പരീക്ഷയും നടത്തിയിട്ടുണ്ട്, അതിൻ്റെ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നടക്കട്ടെ. ഇവിടെ ഇനി അതിൻ്റെ ബാക്കിയൊക്കെ പറയുന്നുണ്ട്. ആറ്റെടുത്ത് പോയി എന്നൊക്കെ. ആറ്റ ഹൈദരലി തങ്ങളാണ്. ഇവിടെ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അതിന് എന്താണ് മറുപടി നൽകിയത്? ഇതിൽ ഞാൻ കുറച്ചൊന്ന് ഓവറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ ഭാഗം ശരിക്കൊന്നും കൂടി ഒന്ന് കേട്ടോക്കാണി. എനിക്കൊരു പരീക്ഷ ഉണ്ട് ഉസ്താദേ അടുത്ത ആഴ്ച. അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞായിരുന്നു. ഞാൻ ഉത്തരം എഴുതി കൊടുക്കാനാണ്, ജയിക്കാനാണ്. അപ്പം എന്താ പരീക്ഷ എങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഇത് അങ്ങനത്തെ പരീക്ഷ അല്ല, ഞാനൊരു ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട് ചുങ്കത്ര. അപ്പോൾ അവിടുന്ന് തന്ന പരീക്ഷയാണ്, നിങ്ങൾക്ക് ആരോടും ചോദിച്ച് ഉത്തരം എഴുതാന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നു, നിങ്ങൾ ഉത്തരം എങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ എഴുതിക്കോളാം, നിങ്ങൾ അതൊന്നും തരികയാണ്. അത് വാങ്ങിയിട്ട് നോക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഖുർആൻ ഓതുന്നതോ മങ്കൂസ് മൗലൂദ് ചൊല്ലുന്നതോ നല്ലത് എന്നാ ആദ്യത്തെ ചോദ്യം. ഇത് പക്ക സുന്നി പെണ്ണാണ്. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കി, ഞാൻ ഇതൊന്ന് നോക്കട്ടെ തരാട്ടോ. ഞാൻ വേഗം ഒരു ഓട്ടോറിക്ഷക്കാരനെ കൂട്ടി ഇടക്കര പോയി. അന്ന് മൂത്തെടുത്ത് ഈ ഫോട്ടോസ്റ്റാറ്റ് ഇല്ല. എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്താണെന്നുണ്ട്. അതിന് അയാൾ പറഞ്ഞ എന്താ അതും പറഞ്ഞു എന്നാ പറഞ്ഞത്. പാറമൂലരെ ഇന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അല്പെന്ന് വിളിച്ച മൊയന്തേ വേട്ടാവളിയാ ഇങ്ങനെ തന്നെ വിളിക്കും. എവിടെ ഉത്തരം പറഞ്ഞു കൊടുത്ത? എവിടെ? ഏതാണ് അഫ്ലൽ? ഏതാണ്? പരിശുദ്ധ ഖുർആനാണോ അതോ മങ്കൂസ് മൗലൂദാണോ? ഏതാണ് അഫ്ലൽ? എന്താണ് പറഞ്ഞത്? റഹ്മത്തുള്ളാഹി ഖാസിമി എന്താ പറഞ്ഞത്? റഹ്മത്തുള്ളാഹി ഖാസിമിക്ക് വേണ്ടിയിട്ട് പുട്ടിയടിക്കാനും വെള്ളമലിക്കാനും ന്യായീകരിക്കാനും വന്നല്ലോ. മാന്യമായിട്ട് വർത്താനം പറയാം, മാന്യമായിട്ട് ഇവിടുന്ന് പറയും. മാന്യത വിട്ടിട്ട് പറഞ്ഞാല് ഇതേപോലുള്ളത് കേൾക്കേണ്ടി വരും. ഇനി മാന്യമല്ലാത്ത വാക്കുമായിട്ട് ഇജ്ജ് ഇറങ്ങുമ്പോൾ അന്നെ തീറ്റിപ്പോറ്റുന്ന മഹല്ലുകാരൊന്ന് ചിന്തിക്കട്ടെ. ഇജ്ജ് പഠിപ്പിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ചിന്തിക്കട്ടെ. ഇതുപോലെ പച്ചക്കളവ് പറഞ്ഞിട്ട് ആളുകളെ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഇവനൊക്കെയാണോ നിങ്ങൾ തീറ്റിപ്പോറ്റുന്നത്? ഇവനിക്കൊക്കെയാണോ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ കൊടുക്കുന്നത്? ഇവനൊക്കെയാണോ നിങ്ങളുടെ മഹലിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്? നിങ്ങളുടെ മഹല് നശിച്ചു പോകും ഇതുപോലെയുള്ള ജാഹിലീങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ചാൽ എന്നാണ് ഈ സാധുവിന് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.